രാത്രിയിലൊക്കെ നല്ല കാറ്റും മഴയൊക്കെ പെയ്തിട്ടില്ലേ, പിറ്റേന്ന് രാവിലെ നമ്മളെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ചെടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അത് അതിൻ്റെ അടുത്തത് പൂവാണെങ്കിൽ പൂവ് നമ്മളെങ്ങനായാലും ഒന്ന് ഇറങ്ങിയെടുക്കുമ്പോൾ നമ്മളെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ നമുക്ക് ഏത് പണി ചെയ്യുകയാണെങ്കിലും ആ രാവിലത്തെ ആ ഉന്മേഷം നമ്മളെ മനസ്സിൽ അങ്ങനെ തിങ്ങി നിൽക്കും. അപ്പൊ ഇതില്ലേ അടുത്ത വീട്ടിലെ എന്താ പറയാ ചെറിയൊരു മുല്ലത്തിരിമേലുള്ള മുല്ലമോട്ടാട്ട കാണുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുല്ലപ്പൂ ഓൾറെഡി ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പൊ ഞാനിപ്പോൾ ഉള്ള ഏട്ടത്തിന്റെ വീട്ടിലാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ ഡേ വ്ളോഗാട്ടാ. അപ്പൊ തലേന്നത്തെ ഫസ്റ്റ് ഡേന്റെ വ്ളോഗ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ആക്കിയാണ്. അപ്പൊ പിറ്റേന്നത്തെ മോർണിംഗ് തന്നെ ഭയങ്കര ഒരു പൂതിയായപ്പോ മഴന്റെ ഒരു ഇത് കിട്ടിയപ്പോ എല്ലാം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇലച്ചെടികളാട്ടുള്ളത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക പൂവൊക്കെ ഇടുന്ന നല്ല പണ്ടത്തെ നമ്മളെ മുറ്റത്തൊക്കെ നമ്മൾ കുറേ ചെടിച്ചട്ടിയിൽ നമ്മൾ കവറിലൊക്കെ അല്ല അന്നൊക്കെ ചെടികളൊക്കെ കുഴിച്ചിടുക. എന്താ മല്ലിപ്പൂ ആയാലും പല എന്താ 10 മണിപ്പൂ അങ്ങനെ സൈനാറോസ് അങ്ങനെ കുറെ പൂവൊക്കെ ഉള്ള നല്ല രാവിലെ വിരിയും വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ ഉണങ്ങിപ്പോവും അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെയൊക്കെ കാണൽ പൊതുവെ കുറവാണ്. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് ഈ വീട് കാണുമ്പോൾ ചെറിയ പരിചയമൊക്കെ ഉണ്ടോട്ടെ. ഞാൻ ഈ വീടിന്റെ ഹൗസ് വാമിംഗ് തൊട്ട് കുറേ വ്ളോഗ്സ് എന്താ പറയാ വീട് ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടാ. അപ്പൊ ഞാൻ അതേ വീട്ടിൽ തന്നെ ഏട്ടത്തിന്റെ അവിടെയാണ്. പിന്നെ നേരെ പോയത് അടുക്കളയേക്കാട്ടോ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവട്ടെ, ഞാൻ അനിയത്തിമ്പാടെയാണ് ഏട്ടത്തിന്റെ വീട്ടിൽ വിരുന്ന് പോയത് കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ എണീച്ച് വന്ന് അടുക്കളയൊക്കെ എത്തിയപ്പോൾ തന്നെ ഒരുവിധം പണികളൊക്കെ ഏട്ടത്തി സെറ്റ് ആക്കിയിട്ടുണ്ട്. ചീരി എന്തൊക്കെ ഉപ്പേരിക്കുള്ളതൊക്കെ പറിച്ചുണ്ടെന്നാണ്. പിന്നെ ചേമ്പത്ത് പിന്നെ പത്തിരി ഇങ്ങനെ വാട്ടി വെച്ചിരിക്കണേ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ കാൽച്ചാടി കാണാനായിട്ടാണ് അടുക്കളയിൽ പോയത്. പിന്നെ ഞാൻ തേങ്ങ കണ്ടപ്പോ തേങ്ങ ഇതൊക്കെ ചിരകിയത് എന്താ പറയാ ചിക്കൻ കറി കേട്ടോ. പിന്നെ പത്തിരി ഇങ്ങനെ ബൗളൊക്കെ ഇടുന്നുണ്ടാ. പിന്നെ ഏട്ടത്തിന്റെ മോന് മദ്രസ് പോവാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ വന്നിട്ടോ. അതിന്റെ ഇടയിൽ എന്റെ മോള് എണീച്ചിട്ടുണ്ടോ. ഓളെ ഉറങ്ങുമ്പോ ഞാൻ മെല്ലെ പമ്മി വെല്ലം വന്നതിന്നെ. ഓള് എണീച്ചാല് എന്താ പറയാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എന്റെ മേലിന്ന് ഇറങ്ങൂല കേട്ടാ. പെട്ടെന്ന് വീട് മാറുമ്പോൾ ഓൾ അങ്ങനെയാണ്. അങ്ങനെ അനിയത്തിയുടെ പത്തിരി ഇങ്ങനെ ഗ്യാസ് മെല്ലാനായിട്ട് ചുടണത്. അപ്പോൾ മദ്രസുകാരനാണ് സ്പീഡായിട്ട് ചുടണത് കേട്ടോ. ഓന് പീനട്ട് ബട്ടറും കറി അപ്പായിട്ടില്ല. ഇനി പീനട്ട് ബട്ടർ കൂട്ടിയിട്ടാണ് വേഗം കഴിക്കണത്. പിന്നെ എന്താ ഇനി മോക്ക് കുറുക്ക് ഉണ്ടാക്കാണ്ട് കേട്ടോ, വരകിയത് ഉണ്ടാക്കാണ്ട്. പിന്നെ ചേരുന്നതൊക്കെ കഴുകി വെച്ചിട്ട് സ്പീഡ് പണികൾ നോക്കട്ടോ. അപ്പൊ ഏട്ടത്തേക്ക് കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി പോവാണ്ട് കേട്ടോ. ഉച്ച ഒരു 11 മണിയാകുമ്പോഴത്തേന്. അപ്പൊ പെട്ടെന്ന് അടുക്കളയത്തെ കണ്ട് കഴിച്ചിട്ട് സമാധാനത്തിൽ പിന്നെ ഞങ്ങൾ പിന്നെ ഈവനിങ് പോവാന്നാ വിചാരിച്ചത്. അപ്പൊ അനിയത്തി ഒരു സൈഡിലെ ചീര അരിയുണ്ട് കേട്ടോ. ആ പ്ലേറ്റിൽ കണ്ട നീണ്ട ഇലുള്ള ചീര നല്ല ടേസ്റ്റുള്ള ചീര തന്നെയാണ്. അതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആ കൊട്ടയിൽ വന്നിട്ട് അഗസ്തി ചീര കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിന്റെ 2-3 മരം ഉണ്ട് കേട്ടോ. പിന്നെ അത് അച്ചയിലേക്ക് വെക്കും. അച്ചയിലേക്ക് കയറുമ്പോ ഉപ്പും മുളകും മാത്രം വെച്ചാൽ അത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടൂല. തേങ്ങ നല്ല ചമ്മന്തിപ്പൊടി ആയിട്ട് പൊടിച്ചിട്ട് അത് കിടുമ്പോഴാണ് ഉപ്പേരി നല്ല ടേസ്റ്റ്. ചിക്കൻ ഇങ്ങനെ കുക്കർ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുക്താരിപ്പൊടി ഉണ്ടാക്കുകയാണ്. പിന്നെ കുന്നമ്പഴം കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മിക്സ് ചെയ്തിട്ട് പിന്നെ ഏട്ടത്തി ഇതങ്ങനെ ചേമ്പത്ത് ഇങ്ങനെ തോല് കളയുണ്ടിട്ടാ. കുറെ കഴിഞ്ഞല്ല മഴത്തിട്ട് കൂട്ടാൻ അങ്ങനെ എന്തോ കൂട്ടിന്നാണ് ചേമ്പത്തും കൂട്ടാൻ കുറെ അതിന് തിന്നിട്ടിട്ട്. അപ്പൊ സാധാ ചോറിനിട്ട് ഉണ്ടാക്കണത്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം ഇന്നലെ വന്നപ്പോ എന്തോ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിന്. അപ്പൊ ഇന്ന് സാധാ ചോറ് തന്നെയാണ്. അപ്പൊ ഞാൻ മോക്ക് ഇങ്ങനെ കുറുക്കുണ്ടാക്കാൻ പോയിട്ടാ. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ എന്താ ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ട്. അതിന് ശേഷമാണ് ഞങ്ങൾ എന്താ തേങ്ങ കരച്ച് ഞങ്ങൾ ചായ ഇടിക്കാതിരിക്കണം കേട്ടോ. പത്തിരിയും കോഴിക്കറിയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നൈസായിട്ട് നൈസ് പതിരൊക്കെ കൂട്ടി കഴിച്ച് തിന്ന്. നൈസ് പത്തിരി ചിക്കൻ കറി അടിപൊളി കോമ്പോണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടം തന്നെ. മലപ്പുറത്ത് ഏറെ എന്താ നൈസ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ തന്നെ ഇക്കാറട്ടോ. പിന്നെ എന്താ പറയാ വെച്ചാല് നല്ല നൈസായിട്ട് എന്താ ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇവിടുത്തെ ഉമ്മാക്ക് വേണ്ടിയിട്ടാട്ടോ. അത് മുളകൊന്നും ഇല്ലാതെ ഉപ്പും ഇതും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാകപ്പെടുത്താനുള്ളതാണ് ഇവിടുത്തെ ഉമ്മ അങ്ങനെയായിട്ട് തിന്നല് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബീട്രൂട്ട് മാത്രം അങ്ങനെ ഉണ്ടാക്കിയ വീഡിയോ ആണ് കാണിച്ചിട്ടത് കേട്ടോ. അപ്പൊ അനിയത്തി ചാടിയൊക്കെ കഴിഞ്ഞ് എന്താ ചെയ്യുമ്പോൾ നിർത്തി കുക്കറിലിട്ട് വിസിലടുപ്പിച്ച കാര്യങ്ങൾ കഴിഞ്ഞല്ലോ മുളക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ പരിപാടിയിലാണ്. അപ്പൊ നമ്മള് ചോറ് ഇതാ ഗ്യാസ് മെല്ലനായിട്ട് വെച്ചിട്ട് തിളച്ചുകൊണ്ട് കടഞ്ഞ് അത് തിളച്ചിട്ട് എന്താ റൈസ് കുക്കർക്ക് മാറ്റി വെക്കാനുള്ളതാണ്. അപ്പൊ നമ്മള് മദ്രസ ഇട്ടിട്ട് നമ്മളെ ചങ്ങായി വന്നിട്ട്. അപ്പൊ അവനക്ക് ചൂടുള്ള പത്തിരി ഓൻ കഴിക്കൊള്ളു കേട്ടോ. അപ്പൊ ഓൻ ചട്ടി വെച്ചിട്ട് ചൂടാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചട്ടി വെക്കണ്ട, ഇത് നല്ലതാണ്. നമ്മൾ ഈ തിളക്കണ നല്ല ചൂടുണ്ട്. ചോറ്റും കൊടുക്കന്നെ മൂടിട്ടോ. ചോറ്റും കൊടുക്കാറിന കൊടുക്കന്നെ മൂടിട്ടാ. അപ്പൊ അമ്മ വെച്ചപ്പോ തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടിട്ടാ. നല്ലൊരു ഐഡിയ ആണ്. വെറുതെ ഈ ഗ്യാസ് ഇളഞ്ഞിട്ട് ചട്ടി ചൂടാക്കിയിട്ട് ചൂടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പിന്നെ ഫ്രിഡ്ജിൽ ജ്യൂസ് ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ജ്യൂസും എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ മാങ്ങ ജ്യൂസ് തന്നെ കേട്ടോ. കുറെ കുടിക്കയിൽ അടിച്ച ചീലേന. അപ്പൊ ഞങ്ങൾ ക്ഷീണത്തിന് മാങ്ങ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ മീൻകാരൻ വന്നീനിട്ടോ. അപ്പൊ അയിലിട്ട് വാങ്ങിയത്. അപ്പൊ മീനൊക്കെ മുറിച്ചു. ഞങ്ങൾ കറി പിന്നെ ചെയ്യുമ്പത്തും കറിയാണ്. പിന്നെ രാവിലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ വറ്റിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഏതായാലും പൊരിക്കാൻ വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. പിന്നെ പൊതുവേ മീൻ പൊരിക്കുമ്പോൾ ഞാനൊക്കെ എന്താ മുളകുപൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇതൊക്കെ തന്നെ ഇടാം. സുർക്ക അല്ലെങ്കിൽ ഇഞ്ചി വെളുത്ത് ചതച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഇടും. പിന്നെന്താ പിന്നെ ഉള്ള ഇതിക്ക് പുളിയും പിന്നെ തക്കാളിന്റെ
പുളിന്റെ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉമ്മ ഉണ്ടാക്കണേ ഞാൻ അങ്ങനെ നോക്കി ഇന്ന് പഠിച്ചതേന് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. പുളിന്റെ നീരും പിന്നെന്താ തക്കാളിന്റെ നീരും പാടെ കൂട്ടിയിട്ട് അപ്പൊ മീന് നല്ല കറുത്ത കളറാവും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇടക്ക് പൂതി ഉണ്ടാവും എൻ്റെ അവിടെ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം നട്ട്സൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ ഇട്ട് വെച്ചതേന് കേട്ടോ. പിന്നെ അത് അടിക്കാനുണ്ട്. പിന്നെ മീനൊക്കെ പൊരിച്ചു. അപ്പോൾ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ അനിയത്തിമ്പാടെ കുട്ടീസൊക്കെ ആദ്യം ചോറ് കൊടുത്തു. പിന്നെ ഞാൻ അനിയത്തിമ്പാടെ വർത്താനൊക്കെ പറഞ്ഞ് ചമ്മന്തി ഉണ്ടായിന് കേട്ടോ. പിന്നെ മീൻതല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് അയിലന്റെ തല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ അയിലത്തല കൂട്ടിയിട്ടാണ് ഞാൻ ചോറുന്നത്. പിന്നെ അങ്ങനെ ചോറയിപ്പും ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞു. ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടോ. പിന്നെ കാര്യമായിട്ടുള്ള പരിപാടി മേക്കപ്പ് ചെയ്യലാട്ടോ. അതിനാണ് കാര്യമായിട്ട് ഞാൻ വിരുന്ന് വന്നത് തന്നെ കേട്ടോ. അപ്പം അനിയത്തിന്റെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് പിന്നെ അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമായി ഒന്ന് മഴങ്ങി. ക്ഷീണൊക്കെ മറിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ അടിച്ച ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഒരു 5 മണി ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ പോരാനുള്ള പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ 2 ദിവസമായാലും വിരുന്നൊക്കെ പോയിട്ട് പിന്നെ വീട്ടിൽ തന്നെ പുറത്തേടാട്ടോ. അപ്പൊ നേരെ പിന്നെ ഓട്ടൊക്കെ വിളിച്ചു ഞങ്ങളെ പാടത്ത് കൂടെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവട്ടെ. അപ്പൊ പിന്നെയും കാണാൻ